ഇന്നൊന്ന് സ്കോട്ട്ലൻഡ് കാണാൻ മോഹം തോന്നിയപ്പോൾ അപ്പോൾ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിനകത്ത് കയറിയിരുന്നു. അപ്പോഴാണ് ഈ ബനാന ബോക്സ് കണ്ട ഒരു കൗതുകം. പിന്നെ നമ്മുടെ സ്നിക്കേഴ്സ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതും കഴിച്ച് കിടന്നുറങ്ങി എണീറ്റപ്പോഴാണ് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു കാഴ്ച കാണുന്നത്. പാലും മലനിരകളൊക്കെ ആയിട്ട്. സ്കോട്ട്ലൻഡും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ നിന്നുകൊണ്ട് ഞാൻ പ്രസ്റ്റണിലോട്ട് പഠിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഓർമ്മകളുള്ളൊരു നഗരമാണ് കേട്ടോ സ്കോട്ട്ലൻഡ്. പക്ഷേ സ്കോട്ട്ലൻഡിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനേക്കാളും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അവിടുത്തെ നഗരഭംഗി തന്നെയാണ്. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങൾ എപ്പോഴും എനിക്ക് കൗതുകമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല സ്കോട്ടിഷ് പീപ്പിൾ ദ റിയലി നൈസ്. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് കേട്ടോ പറയണത്. അവരെപ്പോഴും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോട് അങ്ങനെയാണ് കേട്ടോ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഞാനിതേ വന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ മാക്ഡൊണാൾഡ്സിലാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ കഴിക്കാൻ തോന്നി. ചില മെമ്മറീസ് നമ്മുടെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഫുഡ് കഴിക്കുമ്പം ആ ടേസ്റ്റ് നമുക്ക് അറിയുമ്പം നമ്മൾ ആ ഒരു മെമ്മറീസിലൂടെയൊക്കെ പോകുന്ന ഒരു അനുഭൂതി എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെക്ഡിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത്. പിന്നെ സ്കോട്ട്ലൻഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വായിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അന്ന് വായിച്ച പുസ്തകങ്ങളിലെ ആളുകളും സ്ഥലങ്ങളും ആ ഒരു ക്ലൈമറ്റും ഒക്കെ നമുക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എപ്പോഴും ഉള്ളതാണ്. ഒന്നിനോടും മടുപ്പ് തോന്നാതിരിക്കുമ്പോഴാണ് ജീവിതത്തോട് അടുപ്പം തോന്നുക എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ കടന്നു പോവാണ്. ബായ്.